അസ്സലാമു പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താഴേക്കോട് യൂണിറ്റ് പുറത്തിറക്കുന്ന 4 പതിറ്റാണ്ടിൻ്റെ ചരിത്ര പുസ്തകത്തിലേക്ക് ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയങ്കരനായ ഞങ്ങളുടെ മഹലിൻ്റെ പ്രിയ നായകൻ, അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ഗ്രാജുവേറ്റാണ്, അതുപോലെ തന്നെ അക്കൗണ്ടൻ്റാണ്. എല്ലാ മേഖലയിലും ഞങ്ങളുടെ ഈ ഒരു മഹലിനെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തി കൂടിയാണ് എന്ന് തെളിയിച്ച് നൂറ്റാണ്ടോളം ഈ മഹലിൻ്റെ നേതൃപാടവത്തിൽ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ്. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ സൂചിപ്പിക്കാത്തൊരു വിഷയം, 96-ലാണ് എൻ്റെ വിവാഹം. എൻ്റെ മക്കളുടെ വിവാഹം ഇപ്പോൾ 2 ആളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അതിലൊരു പ്രത്യേകത പറയുന്നത് എന്താ വെച്ചാൽ, 2 തലമുറ, അതായത് എൻ്റെ വിവാഹവും എൻ്റെ മക്കളുടെ വിവാഹവും നടത്താൻ നേതൃത്വം നൽകി എന്നുള്ളൊരു ബഹുമതി കൂടി ഈ ഒരു കാലഘട്ടത്തിൽ അംസുവാക്ക് സ്വന്തമായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ, അപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെയും എൻ്റെ മക്കളുടെയും വിവാഹം നടത്താനുള്ള ഒരു കാർമ്മികത്വം വഹിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വം നൽകാൻ പ്രിയപ്പെട്ട അംസുവാക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ള ഒരു വിഷയം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മളെ താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദിന്റെ ചരിത്രം ഇന്നലെ ഞങ്ങൾ 1 മണിക്കൂറിലധികം സംസാരിച്ച് അതിൻ്റെ ഒരു പകുതി വരെ എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഏതായാലും ഇന്നത് ഫിനിഷ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ കുറച്ച് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നതാണ്. അപ്പോൾ അംസുവാക്ക ചർച്ചയിലേക്ക് വരും. ആമുഖങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി നമ്മുടെ വീഡിയോ അനുഗമിക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി 2 വാക്ക് സംസാരിച്ച് അംസുവാക്ക ഇന്നലെ നടന്ന ചർച്ചയുടെ ഭാഗമായി രണ്ടാമത് വീഡിയോയിലേക്ക് വരും. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ നമുക്ക് എന്താ വെച്ചാൽ വരും തലമുറയിലേക്ക് ഒരു 50 വർഷം കഴിഞ്ഞാലും നമ്മുടെ മക്കൾ പേരക്കുട്ടികൾക്കൊക്കെ താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദിന്റെ ചരിത്രം അറിയണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഞങ്ങൾ ഈ ഒരു ചരിത്ര പുസ്തകത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കൃത്യമായി നമ്മുടെ വീഡിയോസും ചരിത്രങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെയൊക്കെ വീടുകളിലെ മക്കൾക്കും കുട്ടികൾക്കൊക്കെ അത് കേൾപ്പിച്ചു കൊടുക്കണമെന്ന് കൂടി സമയത്ത് നടത്തുകയാണ്. ഏതായാലും വീഡിയോയിലേക്ക് കടക്കുന്നു. പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി 2 വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് അംസുവാക്കാരൻ്റെ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുമ്പെടുത്ത എപ്പിസോഡിൻ്റെ ബാക്കി അന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയാണ് പ്രിയപ്പെട്ട നമ്മളെ അംസുവാക്ക. വിശേഷണമൊന്നും ആവശ്യമില്ല. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഏകദേശം എല്ലാ വിശദീകരണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെയും കടന്നിട്ട് സമയം കളയണ്ടല്ലോ. അപ്പോൾ ഈ താഴേക്കോടും പള്ളിയുടെ ചരിത്രം 1 മുതൽ 0 വരെ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് അത് വെള്ളം പോലെ ഹൃദ്യസ്ഥമാണ്. അതുകൊണ്ട് അദ്ദേഹം അതുകൂടെ വിശദീകരിക്കുകയാണ്. നമ്മൾക്കത് കേട്ടിരിക്കാം. പ്രിയപ്പെട്ട മഹല്ല് പ്രസിഡന്റിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ നമ്മൾ നിർത്തിവെച്ചത് നമ്മുടെ ദർസ് വിദ്യാഭ്യാസത്തിന് കുട്ടികളെ കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ അതിനെന്ത് വേണം? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം 100ഓളം വിദ്യാർത്ഥികളുള്ള ദർസ് നടന്ന സ്ഥലത്ത് ദർസില്ലാതെ ഒരു ദിവസം കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കുട്ടികളെ കിട്ടാനും വിഷമം. അപ്പോൾ എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ആലിക്കുട്ടി ഉസ്താദൊക്കെ കൂടെ പട്ടിക്കാട് ജാമ്യൻ്റെ ജൂനിയർ കോളേജ് ആരംഭിക്കാൻ പറ്റുന്നത്. അങ്ങനെ ജൂനിയർ കോളേജ് ആരംഭിക്കുകയാണെങ്കിൽ 8 വർഷം കൂടെ പഠിപ്പിക്കുക. 8 വർഷം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ഒരു 30 എടുക്കുന്നവരുണ്ട്, 40 എടുക്കുന്നവരുണ്ട്. നമ്മൾ പരിമിതി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 30 ആളൊരു വർഷം, അപ്പോൾ തന്നെ 240. പക്ഷേ 8 വർഷം ആകുമ്പോഴത്തിന് കൊഴിഞ്ഞു പോക്കുണ്ടാവും. ഒരു 150 കുട്ടിയെങ്കിലും നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ കോളേജ് ഉണ്ടായിരുന്നു. അവിടെയാണ് ആരംഭിച്ചത്. നമ്മുടെ വില്ലേജിനോട് അവിടെയാണ് ആരംഭിച്ചത്. വില്ലേജിനോട് ചേർന്ന് നമ്മളിപ്പോഴും അവിടെ അവിടെ നിസ്കാരപ്പള്ളി അവിടെ സ്ഥാപനം നിലനിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ മഅ്ദിനുൽ ഉലൂം അറബി കോളേജ്. അതാണ് സ്റ്റാർട്ടിങ്. നിലവിലെ വില്ലേജിനോട് തൊട്ട് നിൽക്കുന്ന അതിലാണ് നമ്മൾ കുട്ടികളുടെ ഈ ബാഹുല്യം കാരണം നമുക്ക് അവിടെ സ്ഥലപരിമിതി വരാതെ ഒക്കെ വരികയാണ്. പക്ഷേ ഇത് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് നടത്തിക്കൊണ്ടുപോകാൻ എന്ത് വേണം എന്നുള്ള ചിന്തയിലേക്ക് പോയി. അങ്ങനെയാണ് നമ്മൾ ഈ കോംപ്ലക്സിൻ്റെ പണി ആരംഭിക്കാറ്. കാരണം അത് പള്ളി 150 ആള് ഇപ്പോൾ 19 സ്റ്റാഫിന് നമ്മളാണ്. അപ്പോൾ ഈ 19 സ്റ്റാഫ് നിലവിലുണ്ട് ഈ കോളേജിലും നമ്മുടെ പള്ളിയിലും മൊത്തത്തിൽ ഒക്കെപ്പാടെ 19 സ്റ്റാഫ് ഉണ്ട്. ഇവർക്കൊക്കെ ശമ്പളം വേണ്ടേ? അപ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ പല കമ്മിറ്റിയിലും ഇങ്ങനെ നമ്മൾ കോംപ്ലക്സ് നമ്മൾ ആലോചിക്കാറുണ്ടെങ്കിലും അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല. നമ്മൾ നിർബന്ധ സാഹചര്യം വന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി.
അതിൽ നമ്മളതിന് വളരെ സഹായകരമായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് വന്ന് നമ്മൾ CH വാപ്പച്ചി എപ്പോൾ കണ്ടാലും എന്നോട് പറയും ഇവിടെ കോംപ്ലക്സ് ഉണ്ടാക്കുന്ന കോംപ്ലക്സ്. അപ്പോൾ നമ്മളെ കമ്മിറ്റി തീരുമാനമെടുത്തോടുകൂടി അപ്പോൾ മുമ്പ് എന്തോ പറഞ്ഞാൽ ആദ്യം തന്നെ 2 ലക്ഷം റുപ്യയിലേക്ക് സംഭവം 2 റൂമിൻ്റെ വകന്നുണ്ട് വാപ്പച്ചി 2 CH വാപ്പച്ചി. അതാണ് ഇതിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് നമ്മൾ പ്ലാനൊക്കെ ഉണ്ടാക്കി ആദ്യം കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അങ്ങോട്ട് 22 റൂമും 2 കോണി 24 റൂം സ്പേസ് അടിയിൽ. പിന്നെ മുകളിൽ 2 ബാത്റൂം 2 ഉണ്ട്, 20 റൂമുകളും കോണിയൊക്കെ കൂടെ അങ്ങനെ മൊത്തം 43 റൂം എന്ന് നമ്മൾ ഇതിൽ വാടക കൊടുക്കുന്നു. 43 പോയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ തുടങ്ങുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ഒന്നുമില്ല. അതിൻ്റെ മുന്നേ ഇതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ വഖഫിൻ്റെ നമ്മളെ ഭൂമികളൊക്കെ ഞാൻ പറഞ്ഞു അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അത് നമ്മൾ ഈ ഭൂമികളൊക്കെ 32.5 ഏക്കറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഭൂമികളൊക്കെ അന്യാധീനപ്പെട്ടു. മറ്റേ ചോദിച്ച പോലെ നമുക്കിപ്പോൾ 7.25 ഏക്കർ നമുക്ക് അതിൽ 5 ഏക്കറാണ് നമ്മൾ പഴയതായിട്ട് നമ്മൾ നികുതി അടച്ച് വരുന്നത്. 2.25 ഏക്കർ നമ്മൾ വില കൊടുത്ത് വാങ്ങിയാണ്. അതായത് നമ്മളെ വഖഫ് സ്വത്ത് അവര് പട്ടയം വാങ്ങി അവരെ കൈവശം വെച്ച് തിരിച്ചു വാങ്ങി അങ്ങനെ അത് പറഞ്ഞുതരാം. അത് അങ്ങനെ ആണ് നമ്മൾ ഈ കോംപ്ലക്സ്. അപ്പോൾ അതിൻ്റെ മുന്നേ കോംപ്ലക്സിൻ്റെ മുന്നേത്തെ ചരിത്രങ്ങൾ വേറൊന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നാൽ 1928 നമ്മളെ 10.1 ഏക്കർ സ്ഥലം ഇവർ മുത്തവല്ലികൾ പാർട്ടീഷൻ നടത്തി. ബാക്കിയുള്ളത് അതിൻ്റെ മുന്നേ പാർട്ടീഷൻ നടത്തുന്നത്. ഇത് പാർട്ടീഷൻ നടത്തിയിട്ടാണ് അതിങ്ങനെ വിൽപ്പന തുടങ്ങിയത്. ആ പാർട്ടീഷൻ 1928 ചെയ്തിരുന്നു. അതിന് എതിരായിട്ടായിരുന്നു നെല്ലായ അയമുട്ടിയച്ചി, അയമാക്കാൻ്റെ അൽപ്പിയച്ചിൻ്റെയൊക്കെ വാപ്പം, അതുപോലെ കല്ലടി അംസാജിൻ്റെ വാപ്പം കല്ലടി അയമുട്ടിയ. ഇവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. വഖഫ് സ്വത്ത് ഇവർ വീതം വെച്ചു എന്നുള്ളത് അറിഞ്ഞപ്പോൾ പിന്നെ ദർശനം നടത്തണമെങ്കിൽ വരുമാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാറുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മഅ്ദിനുൽ അറബിക് കോളേജിൻ്റെ ആരംഭം കുറിക്കുന്നത്. അവർ 2 പേരും കൂടിയിട്ട് ഇനി പള്ളിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് സ്വന്തമായിട്ട് ദർസ് ആരംഭിക്കുക എന്ന് പറഞ്ഞു. 1932 ഞാൻ 1932 അങ്ങനെ മറ്റേ ആമോട്ടിയാജിയും ഈ കല്ലടി ആമോട്ടിയാജിയും കൂടി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ കല്ലടി ആമോട്ടിയാജി അവരുടെ പേരിലുണ്ടായിരുന്ന ഒരു 21 സെൻറ്റും ഒരു 13 സെൻറ്റും ഒരു 3 സെൻറ്റും അങ്ങനെ മൊത്തം 21, 10, 34, 37 സെൻറ്റ് അവർ കൊടുത്തുകൊണ്ട് അവിടെ അതുപോലെ തന്നെ ആചാര്യമൊക്കെ കൂടി ഇത് സ്ഥാപിച്ചോടെ. ആ സ്ഥാപിച്ചിട്ട് ഇത് തുടങ്ങിയോടുകൂടി അതിൽ നമ്മളെ അമ്പോട്ടറിൽ കുഞ്ഞായ മുസ്ലിയാരാണ് തുടങ്ങുന്നത്. നമ്മളെ മൂപ്പര് എന്റെ വാപ്പാനെ പഠിപ്പിച്ച ഉസ്താദാണ്. മൂപ്പര് തുടങ്ങി ആ ആധാരത്തിൽ പറയുന്ന കാര്യം കൂടി പറയും. അങ്ങനെ അത് തുടങ്ങി. ആ തുടങ്ങിയിലിപ്പോൾ തൽക്കാലം അവർ പിന്നെ തുടങ്ങിയെങ്കിലും 1943 മൂപ്പരത് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ 32 തന്നെ സംഭവം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 43 സംഭവം പിന്നെ റെക്കോർഡാക്കി. അതേസമയം 32 തന്നെ നല്ല അയമുട്ടിയാജി അത് നടത്തിപ്പിന് വേണ്ടി 8.5 ഏക്കർ വഖഫ് ചെയ്തു അന്ന്. അത് ഇപ്പോൾ ഇവിടെ ജുമാഅത്തുൽ പള്ളിയില്ലേ അവിടുന്ന് കിട്ടാണ് 4 ഏക്കർ. ഈ കളത്തിൽ പള്ളിയിൽ മിക്കവാറും അതൊക്കെ ഒന്ന് ആരെടുത്താന്നൊക്കെ എൻ്റെ എതിരായിട്ട് അതങ്ങനെ കൊടുത്തുപോയി. ഇത് പിന്നെ 21 സെൻറ്റ് എന്ന് പറയുന്നത് വില്ലേജ് മുതൽ പാലത്തിൻ്റെ അപ്പുറം വരെയാണ്. അത് റോഡിന് കൊടുത്തു. അപ്പോൾ 32 ശേഷമാണ് ഈ റോഡ് വരുന്നത്. 32 ശേഷമാണ് റോഡ് വരുന്നത്.
പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഏതാണ്ട് 3/4 ഏക്കർ പള്ളി പിന്നെ ഒരു ഇവരും കൂടി കൊടുത്തിട്ട് റോഡ് ഇടക്കൊന്ന് കീഴാണ് മറ്റൊരു സംശയങ്ങൾ പലരും പറഞ്ഞു കേട്ടില്ല. ഈ പഴയ കാലത്ത് നമ്മൾ ഈ റോഡ് പോകുന്ന NH-ന്റെ ഇവിടെയും ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു എന്നൊരു ഈ റോഡ് കൊടുത്തു ഒരിക്കലുമില്ല. ഈ റോഡിന്റെ വടക്ക് ഈ മറ്റേ തെക്ക് ഭാഗം മാത്രമേ കവറൂ. ഇത് റോഡും അത് റോഡി ലാൻഡ് വെറുതെ ഒഴിഞ്ഞടക്കുന്ന അങ്ങോട്ട് കയറിയിട്ടില്ല. ഇപ്പോഴും നമ്മളുടെ എത്തണല്ലോ. അപ്പൊ അതങ്ങനെ ഉണ്ടായി തുടങ്ങി കുഞ്ഞാമുസ്ലിയാരും ഒക്കെ ആയിട്ട് അങ്ങനെ അത് സ്ഥാപിതമായി നല്ല നിലക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ കാലം പഴക്കം കൊണ്ട് അമ്പാട്ടുപറമ്പിൽ കുഞ്ഞായി മുസ്ലിയാർ അത് എടുത്ത് പറയണ എന്താണ്, ഇതില് ആലിക്കുട്ടിയാജി ഈ സ്ഥലങ്ങളൊക്കെ വാക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലൊരു കാര്യം പറഞ്ഞു. ആലിക്കുട്ടിയാജി ആലിക്കുട്ടിയാജിയുടെ പേരിലാണ് കൊടുക്കുന്നത്, അല്ല ആയമുട്ടിയാജി ആലിക്കുട്ടിയാജിയുടെ പേരിലാണ്. ആ കൊടുക്കുമ്പോൾ അതിൽ ആ ആധാരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ആ ദർസ് നടത്തിക്കൊണ്ടുള്ള ചെലവിലേക്കാണ്. ഇത് നടത്തിക്കൊണ്ടു പോവാൻ നിനക്ക് പറ്റാത്തൊരവസരം വരാതാണെങ്കിൽ അത് അന്യാധീനപ്പെടാനോ പാർക്കൽ വെക്കാനോ പാടില്ല. ഇത് കുഞ്ഞായി മുസ്ലിയാരെ ഏൽപ്പിക്കണം, അയാളെ നടത്തിക്കൊള്ളുന്ന ആധാരത്തിൽ പറയും. ഇത്രയും കണ്ടീഷനാണ്. ഈ മുതൽ പോകരുത് എന്നുള്ളത്. പിന്നെ നമുക്ക് പറഞ്ഞില്ലേ 1992 ശേഷമുള്ള വഖഫ് വാങ്ങൽ വിൽക്കൽ അസാധുവാണ്. പിന്നെ ഈ വഖഫിന് ടെനൻസി നിൽക്കൂല, അതായത് കൈവശം നിൽക്കൂല എന്ന് സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മളവിടെ യഥേഷ്ടം വിൽക്കലും വാങ്ങലും നടക്കും. പക്ഷെ എന്താണ്, ആരും അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടുത്തെ ഞാൻ പോയത് നമ്മൾ ഈ പാലത്ത് മറ്റേ കുളം മുതലുള്ള സ്ഥലം ഏതാണ്ട് 75 സെന്റ് അതിനവർ പട്ടയത്തിനകത്തപ്പോൾ ഇത് പള്ളി വക ജമ്മെന്ന് കണ്ടപ്പോൾ കോടതിയിൽ നിന്ന് സെക്രട്ടറിക്ക് നോട്ടീസ് വന്നു. ഇതിൽ പട്ടയത്തിൽ അപേക്ഷിച്ചതിൽ പള്ളി വക ജമ്മെന്ന് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാമെന്ന് ഞാൻ കോടതിയിൽ ഹാജരായി വാദിച്ചു. ഇത് പള്ളി വക ജമ്മാണെന്നും പള്ളിൻ്റെ വഖഫാണ്, അതുകൊണ്ട് ഒരിക്കലും പട്ടയം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പട്ടയം തള്ളി. കുത്തല്ലന്മാരുടെ മക്കൾ പട്ടയം തള്ളി. അത് കണ്ടോടുകൂടി അപ്പുറത്ത് നമ്മൾ ആ ബാത്റൂമോ എന്ന് പറഞ്ഞാൽ 1 ഏക്കർ 1 സെന്റ് അതിനും പട്ടയം ഞാൻ കയറിത്തള്ളി. അപ്പോൾ ഇത് തള്ളിയപ്പോൾ അവരെന്ത് പറഞ്ഞു, യൂസുഫിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു, അത് നിങ്ങൾ ഏതായാലും ഞങ്ങൾ നോക്കിയില്ലേ അതിനെന്തെങ്കിലും തരുന്നു. സെന്റിന് 11 ഉറുപ്പിക ഇത് സെന്റിന് 11 ഉറുപ്പിക ഇതും വാങ്ങി 1.25 ഏക്കർ എന്നത് വാങ്ങി. അപ്പം അത് വാങ്ങാനുണ്ടായ സാഹചര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2012 നമ്മുടെ അടുത്ത് പൈസ ഒന്നുമില്ല, എന്ത് ചെയ്യുന്നില്ല. ഞാൻ തന്നെ കത്തിപ്പിടക്കെടുക്കുന്നത് പറയാറുണ്ട്, ഈ വഖഫ് സ്വത്തിന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടൂല, നിരന്തരം അയാളെ കൊണ്ട് ഞാൻ പറയും. അപ്പോൾ വഖഫ് എന്ന് പറഞ്ഞൊരു പേടി ഇവിടെ വരുത്തി തീർത്തു, അങ്ങനെയാണ് വരുന്നത് തിരിച്ചു വരുന്നത്. അപ്പം ഇത് നമുക്ക് വാങ്ങണമെങ്കിൽ പൈസ ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്തു, ഞാൻ തന്നെ ജുമാൻ്റെ മുന്നേ പള്ളിയിൽ ആവശ്യത്തിൽ നമുക്ക് മയ്യത്തും കരയില്ല 1 ഏക്കർ ഇങ്ങനെ കിട്ടാനുണ്ട്. നമുക്കതിന് മയ്യത്തും കരക്ക് 1 സെന്റിന് ഒരാൾ 1 സെന്റ് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ 1/2 സെന്റ് അങ്ങനെ കാശ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ 1 സെന്റിന് 12,000 ഞാൻ വെച്ച് കൊടുത്തുകൊണ്ട് പള്ളിക്ക് ഞാൻ തന്നെ ആഹ്വാനം ചെയ്യും. അങ്ങനെ അങ്ങോട്ട് കാശ് വന്നിട്ട് ഏതെങ്കിലും ഒരു ഈ പള്ളിക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 12 ലക്ഷം വേണ്ടടുത്ത് 18.5 ലക്ഷം വന്നു സ്ഥലം വാങ്ങാൻ. അതിന് ഞാൻ ബാങ്ക് പറഞ്ഞു നമ്മളെ ഉദ്ദേശം പൂർത്തിയായിരിക്കുന്നു, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും, അപ്പം മതി, ഈ പിരിവുകൾ നിർത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാ അതിൽ 1 സെന്റിന്റെ സമ്പാദിയാലെ വാങ്ങിയിരിക്കട്ടെ. അപ്പൊ അതില് നമ്മൾ വാങ്ങി 12 ചില്ലറ ഇതിന് വന്നുള്ളൂ, ബാക്കി 5-6 ലക്ഷം കടക്കാൻ ബാക്കി. അതോടെ നമ്മൾ ഈ 3/4 ഏക്കർ അങ്ങനെപ്പോ 1.25 ഏക്കർ വാങ്ങി. മൊത്തം നമ്മളിപ്പോ 7 കാലം ഈ കോംപ്ലക്സിന്റെ അവിടേക്കാണ്. കോംപ്ലക്സ് നമ്മള് ഈ 2 ലക്ഷം നമ്മൾ മൂലകം. പിന്നെ ഒന്നുമില്ല, പിന്നെ നമ്മളിങ്ങനെ തുടങ്ങുക, പ്ലാൻ അംഗീകരിച്ചു, ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി ഈ 2 ലക്ഷം കൊണ്ട് നമ്മൾ തുടങ്ങുക. തറ ഇട്ട് കഴിഞ്ഞേക്കാണല്ലോ, ഇതെന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. മാനങ്കടല്ലേ, വഖഫ് ബോർഡിലേക്ക് ഞാൻ പോയി, വായ്പ തരാൻ പലിശയില്ലാത്തത് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആധാരം കൊടുക്കണ്ടേ, ആധാരം. പിന്നെ നമ്മൾ രായും പറഞ്ഞു,
1 കോടി രൂപ ഞാൻ എൻ്റെ അറബിലേക്ക് അത് വായിത്തരാം. ഞാൻ പോത്തുപറമ്പിലാണ്. ഒരുപാട് പണിയെടുത്തൊക്കെ കൂടെ കൊടുത്തു, അറബിലും ഇംഗ്ലീഷിലും ഒക്കെ റിക്വസ്റ്റ് കൊടുത്തു. അവസാനം അത് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ച് പെരിന്തൽമണ്ണ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചു. എന്തായി, നമ്മൾ ഓരോ റൂമുകളും ഓരോരുത്തർക്ക് വേണ്ടവർക്ക് അപേക്ഷ കൊടുത്ത് വാങ്ങാം. 1 ലക്ഷം രൂപത്തിൽ അല്ല, ടെൻഡർ അല്ല, ആദ്യം കിട്ടൽ ഫസ്റ്റ് കം ഫസ്റ്റ്. 1 ലക്ഷം ഉറുപ്പിക സംഭാവനയും 4 ലക്ഷം ഉറുപ്പിക അഡ്വാൻസും താഴെ. മോളിൽ നമ്മൾ 1,50,000 പറഞ്ഞത് 25,000 കൊടുത്തു. അങ്ങനെ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ആപ്ലിക്കേഷൻ അവസാനം നോക്കുമ്പോൾ 6 റൂമിന് അധികം അപേക്ഷകർ വന്നു. 6 റൂമിന് കൂടി ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പൊ നിലവിലെ അടിയില് 5 ലക്ഷം റുപ്യ, 22 റൂമിന് 5 ലക്ഷം റുപ്യ അഡ്വാൻസ് വാങ്ങി. അല്ലല്ല, 1 ലക്ഷം സംഭാവന 4 അഡ്വാൻസ്. 1 ലക്ഷം സംഭാവന 4 ലക്ഷം റുപ്യ. അതിൽ 4-5 റൂമിനും കൂടി അധികം അപേക്ഷകൾ വന്നു. 22 റൂം നിലവിലുണ്ട്, 25 റൂമിന് അപേക്ഷ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് അപേക്ഷ ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ പറയുന്ന ഒരു വെള്ളിയാഴ്ച, അതൊക്കെ ഞാൻ തന്നെ പറയുന്നു, വെള്ളിയാഴ്ച ഇങ്ങനെയാണ് ആദ്യം തരുന്നവർക്കാണ് ആ 1 ലക്ഷം റുപ്യ സംഭാവന ബാങ്കിൽ അടിച്ച് റെസീറ്റ് കൊണ്ട് വരുന്നവർ അപേക്ഷ തന്ന ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. ഇത് 6 റൂമിന് അധികമായപ്പോൾ എന്ത് ചെയ്തു, ആ വെള്ളിയാഴ്ച ഞാൻ തന്നെ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഞാൻ അന്ന് അവതരിപ്പിച്ചു. എല്ലാവരും സഹകരിച്ചു. 4-5 റൂമിൽ അധികമാണ്. പക്ഷേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, 4 ലക്ഷം റുപ്യ അഡ്വാൻസും 1 ലക്ഷം സംഭാവനയും അതിൻ്റെ പുറത്ത് 4,000 റുപ്യ വാടകയുമായിരിക്കും. 2015-ലാണത്, അല്ല 15-ല്. അപ്പം അത് ആർക്കെങ്കിലും ധൃതി പിടിച്ച് കുറഞ്ഞ 2-3 ദിവസം ഞാൻ കൊടുത്തുള്ളൂ. ധൃതി പിടിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒഴിഞ്ഞു പോകണമെങ്കിൽ ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ക്ലോസ് ഇട്ട് കൊടുത്തു. 4 ആൾ ഒഴിഞ്ഞു പോയി. നമ്മൾ പാറമാനും 2 റൂം, CH അംസുകൂട്ടരെ മകൻ 2 റൂം, മൈമൂട്ടി മാഷ് 1 റൂം, അങ്ങനെ 4-5 പേര് മാനൊക്കെ എന്ന് പറഞ്ഞത് അങ്ങനെ ഒഴിവായി പാകത്തിനായി. അങ്ങനെ നമുക്ക് റൂമുകൾ എടുത്തതൊക്കെ ശരിക്കും മൈല നിവാസികൾ തന്നെയാണ് അന്ന് അങ്ങനെ തീരുമാനം. പിന്നീട് നമ്മൾ കുറെ കഴിഞ്ഞിട്ടും റൂം പോകാൻ പിന്നെ ബാക്കി വന്നപ്പോഴാണ് മൈലിന് പുറത്തും കൊടുക്കാന്ന് നിലവിൽ അടിയിൽ പിന്നെ ഫുള്ള് തന്നെയാണ്. ശരിക്കും നമ്മളെ മൈല അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേറെ നമുക്ക് കിട്ടുമായിരുന്നു. പെരുന്തൽമണ്ണ 5 ലക്ഷം സംഭാവന ഉണ്ട്, 10 ലക്ഷം അഡ്വാൻസ് ഉണ്ട്. ടൗൺ പള്ളിയുടെ ടോട്ടൽ 25 ലക്ഷം. ഇതൊക്കെ ചിലത് ലേലത്തിലായാലും മോളുണ്ട്, അതൊക്കെയാണ് നോക്കട്ടെ. ഏതായാലും ഇത് ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ടതും ശരിക്കും ഞാൻ വിയർത്തതും എൻ്റെ ഉറക്കം കെടുത്തിട്ടുള്ളതുമാണ് ഈ കോംപ്ലക്സ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ രഹസ്യം ശരിക്കും പുറത്ത് പറയാൻ പാടില്ല. അല്ല, നമ്മളെ കൂടുതൽ നമ്മളെ പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ അതെ. അത് മാത്രമല്ല, ഇതിന് ഇന്ന് ഈ കാണുന്ന ഒരു സഹകരണം ആരുണ്ടായിരുന്നു. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇത് നടക്കില്ല. ഇതോടുകൂടി അംശമൊക്കെ തകരും എന്നുള്ളത്. കാരണം ഈ 4 ലക്ഷമൊന്നും 5 ലക്ഷം തിരിച്ചു കൊടുക്കണ്ടേ റൂം കൊടുത്തിട്ടില്ലെങ്കിൽ. പിന്നെന്താ, നമ്പർ കിട്ടൂല. ആ രൂപത്തിൽ നല്ലൊരു ടീമുണ്ടായിരുന്നു. ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ പ്രയാസപ്പെടുമ്പോൾ നമ്മള് പറപ്പൂർ ഉസ്താദിന്റെ അടുത്ത് പോയി, ആഫ്റ്റി ഉസ്താദിന്റെ ഈ പ്രയാസം പറഞ്ഞ് മൂപ്പരുന്നത് വേർപ്പിക്കുകയാണ്. നിങ്ങൾ ഫെയ്ക്കുകളിയൊക്കെ നടക്കുന്നു. അങ്ങനെ ഒക്കെ ആയി നമ്മള് ഇതൊക്കെ ആയി. പിന്നെ പല സാങ്കേതികങ്ങളുണ്ടായിരുന്നത്. ഇതൊക്കെ പിന്നെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ പെരുന്നോണ ഒരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ അവർ ചോദിച്ചു, എന്താ സാറേ നിങ്ങൾ എപ്പോഴും ഇടപെടുന്നു, എന്താ നമ്മളെ പണി പൂർത്തിയായി, നിങ്ങൾ ദയവരെ നമ്പർ തന്നിട്ടില്ല, ഇത് നിങ്ങൾ അങ്ങോട്ട് വരണ്ട, അവിടെ ഞാൻ അത് ചെയ്ത് കണ്ടിട്ട് തരാമെന്ന്. അങ്ങനെ എനിക്ക് പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം ഇവിടെ റൂമൊക്കെ ഒക്കെ നല്ല നിലക്കായി, വരുമാനങ്ങളായി. അപ്പോൾ പിന്നെ നമ്മൾ കോളേജിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലായി. നമുക്ക് അതും തന്നെ ആ ബിൽഡിംഗ് പണിയെടുത്തതിന് ശേഷം നമ്മൾ റൂം എടുത്തെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ ഇത് ചെയ്തിരുന്നു, ഇത് ഷോപ്പ് റൂം ഉണ്ടാക്കി. ആ ഷോപ്പ് റൂം ഉണ്ടാക്കിയിട്ട് അവിടെ ഇപ്പോൾ 5.5 അവിടെ വാടക കിട്ടേണ്ട മാസം. അവിടെ നമ്മളെ പഴയ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടില്ല, പിന്നെ ഇപ്പൊ പഴയ ദർശനോട് ചേർന്നിട്ടില്ല. അവിടെ 15,000 കിട്ടുന്നുണ്ട് നിലവിൽ. പിന്നെ ഇതില് ഞാൻ പറഞ്ഞില്ല, ഒരു അറബി എന്ന് പറഞ്ഞത് അത് ഇല്ലാതെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ അത് ഏതാണ്ട് കിട്ടുന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു. അതിൽ ഏതോ ഒരു മൗലവി ചെന്നിട്ട് ഓൻ്റെ അറബിയോട് പറഞ്ഞു, പള്ളിക്ക് കൊടുക്കണ മാതിരി ഇല്ല ആ കൂലി പഠിച്ചോണ്ടിരിക്കുന്ന കോംപ്ലക്സിന് കിട്ടില്ല.
അതിലെ നമുക്ക് കഷ്ടപ്പെട്ടത്. അല്ലാണ്ട് മൂപ്പര് അങ്ങേ അറ്റം വരെ പരിശ്രമിച്ചത്. ഇങ്ങനെ ഒരു മൂല്യൊരു കൂട്ടിക്കൊടുത്തു. അതിന് കോളേജിനും ഷോപ്പ് റൂമിനും വള്ളി ഉണ്ടാക്കാൻ കൊടുക്കണ കൂലി കിട്ടൂല. അത് നമുക്കറിയാം, അത് കിട്ടുമല്ലോ. അങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോയത്. അല്ലാണ്ട് മൂപ്പരെ കുറവുകൊണ്ട് അല്ല. ഏതായാലും അങ്ങനെ ഇതൊക്കെ എല്ലാം ഇതെല്ലാം ഈ രൂപത്തിലൊക്കെ വന്നു, നല്ല രീതിയിൽ തന്നെ വന്നു. പിന്നെ നമ്മളെ ഭൂമികൾ അന്യാധീനപ്പെടാനുള്ള ഒരു കാരണം 1964 അടിസ്ഥാന വർഷമായി കൈവശക്കാർക്ക് പട്ടയം കൊടുക്കാൻ കേരള ഭൂപരിഷ്കരണ ആക്ട് വന്നു. അതാണ്. അപ്പോൾ നമ്മൾ എന്തായി, ഈ രൂപത്തിൽ വാങ്ങിയവര്, ഇത് അറിയാതെ വാങ്ങിയവര് അല്ലെങ്കിൽ കൈവശം വെച്ചവര്, ഇവരൊക്കെ പട്ടയത്തിനോട് ഈ പട്ടയത്തിന് അപേക്ഷ കൊടുത്തപ്പോൾ ഇപ്പോൾ ഈ അന്ന് പട്ടയം അനുവദിച്ചു കൊടുത്തിരുന്നത് എൻ്റെ അമ്മാവന ഡെപ്യൂട്ടി കളക്ടർ മൂപ്പരെന്ന താസ്ഥാനം. മൂപ്പര് ഇപ്പോൾ 96 വയസ്സായി. വെള്ളിയാഴ്ച മാത്രം കുഞ്ഞാലിനാച്ചി, കീശ്ശേരി കുഞ്ഞാലിനാച്ചി. ആ, മൂപ്പരാണ് പട്ടയം കൊടുത്തത്. അന്നത്തെ പട്ടയം കൊടുത്തത് തഹസീൽദാർ. അപ്പോ മൗലവി ഇതിന് പട്ടയം കൊണ്ട് ചെന്നപ്പോ ചോദിച്ചു തരം മൗലവി ഇതൊക്കെ നമുക്ക് പറ്റുമോ? അപ്പൊ എല്ലാരും വാങ്ങുന്നില്ലെന്ന് പറഞ്ഞാണ്. അപ്പൊ ഈ പട്ടയത്തിനൊരു കുഴപ്പം വന്നത് എന്താ വെച്ചാല്, നമ്മള് പള്ളിന്റെ മുത്തവല്ലിക്ക് നോട്ടീസ് വരും. അപ്പൊ എനിക്ക് നോട്ടീസ് വന്നുകൊണ്ടാണല്ലോ ഈ 3 ഞാൻ ഇപ്പൊ ഈ പള്ളിയുടെ അവിടുത്തെ 8 സെന്റിന് ഇപ്പൊ കഴിഞ്ഞ നവംബറിലെ ഞാൻ കേസിന് വേണ്ടി തള്ളിച്ചത്. ഇത് പള്ളിമുഖത്തിന്റെ കഴിഞ്ഞ നവംബറിലെ കേസിന് പോയി അത് തള്ളിച്ചു പറ്റും. അപ്പോൾ ഈ മുത്തവല്ലിക്ക് അവിടുന്ന് നോട്ടീസ് അയക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയ പോലെ. പക്ഷേ അത് മുഹമ്മദാജിയാണ് അന്ന് മൂപ്പര്, പ്രായമല്ല. മൂപ്പരെ ശ്രദ്ധിച്ചത് അങ്ങനെ എക്സ്പാർട്ട് വിദ്യയാണ് പട്ടയങ്ങളൊക്കെ. ബന്ധപ്പെട്ടവരുടെ ഒരു ഇതില്ലാതെ അങ്ങനെയാണ് ആ പട്ടയങ്ങളൊക്കെ. അങ്ങനെയാണ് നമുക്ക് ഈ ഭൂമികളൊക്കെ നഷ്ടപ്പെട്ടത്. ഏതായാലും അൽഹംദുലില്ല അതിൽ നിന്നൊക്കെ വന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ആയി. നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരു വിശ്വാസം വന്നു. നമ്മുടെ പള്ളിയും മറ്റു കാര്യങ്ങളും നടത്തിക്കണമെങ്കിൽ നമ്മളെ അകമഴിഞ്ഞ സാമ്പത്തിക സഹായം വേണം, അതിനുള്ള മനസ്ഥിതി നമുക്ക് വേണം, അത് നമ്മൾ ചെയ്യണം, കൊടുക്കണം എന്നൊക്കെ നമ്മൾ പല വിഷയങ്ങൾക്കായി ഓരോ വീട്ടിലും ചെന്ന് സമീപിച്ചപ്പോൾ അവരെ മാനസികമായി അതിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് വേറൊരു വിശ്വാസം കൂടി വന്നു. അതായത് ഈ കൊടുക്കുന്ന പണം നമ്മൾ ഉദ്ദേശത്തിന് തന്നെ വിനിയോഗിക്കുന്നു, അതിൽ വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നും നമുക്ക് അവർക്ക് വിശ്വാസം വന്നു. അതാണ് നമ്മൾ 12 ലക്ഷം പണം എന്നിട്ട് 18 ലക്ഷം കിട്ടിയത്. അതാണ് വിശ്വാസം. നമ്മൾ കൊടുക്കുന്ന പൈസ ആ ഉദ്ദേശത്തിന് തന്നെ ചെലവാക്കും, അത് വക മാറൂല എന്നുള്ളൊരു ധാരണ വന്നു. പിന്നെ മാത്രമല്ല, എത്ര പണം ഉണ്ടെങ്കിലും അത് എടുത്തു വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ ഇത്തിരി ഇതിലേക്ക് നമുക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയും തന്നെ ഉണ്ട്. പല ഇതിലും നമ്മൾ നാട്ടിലേക്ക് വന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് നമുക്ക് നല്ല നിൽക്കുന്നത് പ്രവർത്തനം. 1800 രൂപ പ്രതിമാസം ചെലവഴിച്ചു കൊടുത്ത് ഇപ്പോൾ പ്രതിമാസം 6 ലക്ഷത്തിലേക്ക് എത്തി. സ്റ്റാർട്ടിങ്ങിൽ 1800 രൂപ ഒരു മാസം 91 1800 രൂപ ഒരു മാസം നമുക്ക് ചെലവുള്ളൂ. ഇപ്പൊ 6 ലക്ഷത്തിന്റെ 5.5-6 ലക്ഷമാണ്. 5.5-6 ലക്ഷത്തിനുള്ളിൽ ഇപ്പൊ ചെലവ് ഒരു മാസം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ. ഇടക്കൊന്ന് ചോദിച്ചോട്ടെ, ഒന്ന് നമ്മളെ ഈ താഴെക്കോട് മാലിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു 10-38 വർഷം പ്രവാസിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളല്ല എല്ലാ ഞങ്ങളെ ഒരു കിയാത്തി പ്രദേശം പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ആളുകളൊക്കെ അതിലുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ. അപ്പൊ ഇവരൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയും, അതായത് താഴെക്കോട് മമ്മൂക്ക രസതല്ല, മമ്മൂക്കാന്റെ താഴെക്കോട് എന്നാ പറയാ. അങ്ങനെ മമ്മൂക്കാന്റെ താഴെക്കോടാണ് ചെന്നാല് ആ പള്ളി ഉണ്ടല്ലോ, കാസർഗോട്ടുകാരുടെ ഭാഷയിൽ ആ പള്ളി ഉണ്ടല്ലോ, അതൊരു സംഭവമാണ്. അപ്പൊ ഇത് പറയുന്നത് കേൾക്കുമ്പോ നമ്മൾക്കൊരു വല്ലാത്ത സന്തോഷമാണ്. ഞാനും അതുവരെ വലിയ കിയാത്തിൽ ചെന്നു. അവിടെ ഉണ്ടി പൊട്ടിച്ചിട്ട് ആയുധ റിയാലിറ്റി അതേതായാലും ഞാൻ പറയണ്ടെന്ന് എത്തിയതാണ്. അവിടെ നമ്മളന്ന് UAE 7 സ്ഥലത്ത് നമ്മൾ പോയി, ശീല വരെ പോയിട്ടുണ്ട്. അതായത് 15 ലക്ഷം കിട്ടിയില്ലേ. അതായത് അംസോക്ക് അദ്വരൂരും KK ഉസ്താദ് കല്ലടി അല്ലടി പിന്നെ PP അംസക്കുട്ടി ഉണ്ടായിരുന്നു. ഒപ്പം കിയാത്തിൽ വന്നപ്പോ പിന്നെ ഡ്രൈവറായിട്ട് നമ്മളെ എളാപ്പായിരുന്നു. എളാപ്പ
ചോലപൊത്ത് വാൽപ്പാറ. അപ്പോ ഇവര് വരികയെന്ന് 2 മാസം മുമ്പ് വിവരം കിട്ടിക്കണം. അപ്പൊ ഞാൻ എന്ത് കാട്ടി, ഒരു പെട്ടി അവിടെ ഇന്നത് പറ്റൂല, അന്നത് പറ്റും. അപ്പൊ ഓരോരുത്തർ പറയുന്നത് ഇതിന്റെ സംഭവം ഇതിനാണ്, അപ്പോ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഇടണം. അപ്പൊ അങ്ങനെ എനിക്കറിയില്ല എത്രയാണെന്ന് എനിക്കറിയില്ല, ഞാനത് മുമ്പിൽ കൊണ്ടുപോയി 1000 റിയാലിന്റെ അടുത്ത് പെട്ടി പൊട്ടിച്ചിട്ട് അങ്ങനെ പലവരും സഹായിച്ചിട്ട് നമ്മൾ അന്ന് 94 ജൂൺ 24 ഞങ്ങൾ ഇവിടുന്ന് പോയിരുന്നത്. അത് 14-ാം ദിവസം ജൂലൈ 7-ന് മറ്റേ തിരിച്ചും പോയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓഫർ കൂടെ 10-15 ലക്ഷം റുപ്യ ഉണ്ടാക്കി നമ്മൾ പൂർത്തിയാക്കി. അതുകൊണ്ട് ഇപ്പം അതിന് വാടകയും കിട്ടുന്നുണ്ട്, ആ സ്ഥാപനമുണ്ട്. പിന്നെ ഇവർ ഇത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം നമ്മൾ നിലനിർത്തണ്ടേ, അതാണ് പ്രധാനം. ഒരു മയ്യത്ത് പരിപാലന ഫണ്ട് നമ്മള് പള്ളി പറഞ്ഞുതരാം. മയ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് പൂർത്തിയാക്കി. അപ്പൊ ഈ രൂപത്തിലൊക്കെ നമ്മളായി ഒക്കെ ആയി. പിന്നെ നമ്മൾ ഈ ഇങ്ങനെ നല്ല രീതിയിലായി കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന രൂപത്തിലൊക്കെ ആയി. നമ്മളെ കോംപ്ലക്സ് കഴിഞ്ഞ് അതിൻ്റെ അവിടെ സ്ഥലം തയ്യാതെ വന്നപ്പോൾ ഞാൻ തന്നെ ആദ്യത്തെ 7 റൂമിന്റെ താഴെ ക്ലാസ് റൂമാക്കി, പിന്നെ അടുത്ത 7 റൂം ക്ലാസ് റൂമാക്കി, പിന്നെ അടുത്തത് അങ്ങനെ. അപ്പൊ നിലവില് ക്ലാസ് റൂമുകൾ അണ്ടർഗ്രൗണ്ടില് ആണ് ഇപ്പൊ നിലവില് അണ്ടർഗ്രൗണ്ട് ക്ലാസ് റൂം മുഴുവൻ അണ്ടർഗ്രൗണ്ടിലും ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. കോളേജ് അതായത് പിന്നെ സ്ലാബ് ഇട്ട് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ സ്ലാബ് ഇട്ടതിന് ശേഷം അണ്ടർഗ്രൗണ്ടിലൊക്കെ സ്ലാബ് ഇട്ട് 1 മീറ്റർ മുകളിൽ സ്ലാബ് ഇട്ട് മണ്ണിട്ട് തൂർത്തുങ്ങാണ്ട് അത് കോളേജ് ക്ലാസ് റൂമാക്കി. 1 മീറ്റർ ശരിക്കും മണ്ണിട്ട് തൂർത്തിയതിനു ശേഷം അതിന്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ടാണ് നിലവിലെ ക്ലാസ് റൂം ഉണ്ട് അവിടെ. അതുപോലെ അതിന് വേണ്ട എല്ലാ സൗകര്യവും, ലാബ്, കമ്പ്യൂട്ടർ ലാബ് എല്ലാം അതിനകത്ത് ഉണ്ടാക്കി. നിലവില് ഇപ്പൊ എന്തൊക്കെയാണ് സൗകര്യം? ലാബ്, ക്ലാസ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്, റീഡിംഗ് റൂം ഉണ്ട്. പിന്നെ അവർക്ക് വേറെന്തോ ഒരു ഇപ്പൊ പുതിയൊരു ക്ലാസ് റൂം വേണമെന്ന് പറഞ്ഞാൽ ആ റൂം സൗകര്യം ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് റൂം ഉണ്ട്, പ്രിൻസിപ്പൽ റൂം ഉണ്ട്, പ്രൊജക്ടർ ഒക്കെ ഉണ്ട്, ടീച്ചേഴ്സ് റൂം ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ തവണ ഇൻസ്പെക്ഷൻ വന്നപ്പോൾ നമ്മള് ഗ്രേഡ് ഒന്ന് താണുപോയുള്ള കാരണം എന്താ വെച്ചാൽ ബാത്റൂം വൃത്തികെട്ട് ഡോറൊക്കെ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. 150 കുട്ടികളൊക്കെ 10 ആൾക്ക് ഒരു ബാത്റൂം വേണമെന്നാണ്. അപ്പൊ എന്ത് ചെയ്തു, ഇത് കൂട്ടറിന് മുന്നേ ഒരാഴ്ച മുമ്പ് മീറ്റിംഗ് വിളിച്ചാണ്, രക്ഷിതാക്കളെ മീറ്റിംഗ്. അവിടെ അവതരിപ്പിച്ചു നമ്മളിപ്പോൾ പള്ളിൻ്റെ പണിയാണ്, സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ രക്ഷിതാക്കൾക്കൊന്ന് സഹകരിക്കണം. നമുക്ക് 40 ദിവസം കൊണ്ട് ആ ബാത്റൂം നേരാക്കി എടുക്കണം. അത് പണി തുടങ്ങിയൊക്കെ ആയപ്പോൾ 6.5 ലക്ഷം ഉറപ്പിക്കാൻ നിലവിലെ പഴയ ബാത്റൂം ഫുള്ള് പൊളിച്ച് രണ്ടാമത് റീസെറ്റ് ടാങ്ക് പൂജ അതിനാണ് കൂടുതൽ വന്നത്. വലിയ ടാങ്ക് 25 കൊല്ലത്തിന് നിൽക്കേണ്ട അങ്ങനത്തെ ടാങ്ക്. ബിൽഡിങ്ങിന്റെ മുകളില് അല്ല താഴത്തെ ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മള് ഇവർക്ക് കുളിക്കാനുള്ള അതിന്റെ ഏർപ്പാടുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരൊരു 3.5 ലക്ഷം 4 ലക്ഷത്തോളം ഇവര് തിരിച്ചു വന്നു. വിദ്യാർത്ഥികളെ രക്ഷിതാക്കള് അത് പറഞ്ഞ ഉടനെ തന്നെ ഒരാൾ അപ്പത്തിന് 50,000 എടുത്തത്, ഒരു കുട്ടിയുടെ രക്ഷിതാവ്. പക്ഷെ എന്താണ് അത് പൂർത്തിയാക്കുന്നതിന്റെ മുന്നേ അള്ളാഹിന്റെ വിളി കേട്ട അയാൾ നല്ലൊരു ആരോഗ്യവാനാണ്. എന്തിന് നമ്മൾ സഹിക്കണം, അയാൾ മരിച്ചു. അങ്ങനെ അതിനൊരു ചോദ്യം, ഇപ്പൊ ഏതായാലും ഇപ്പൊ ഇതിൽ പങ്കെടുക്കേണ്ടുന്ന ഒരു വ്യക്തി ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല, അത് മരിച്ചുപോയി. മുഹമ്മദ് തേജിലെ ആ കോളേജുമായിട്ടുള്ള പള്ളിയുടെ ആ ഒരു സംഭാവന, നിസ്വാർത്ഥ സേവനം. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ആയി. ആ കാര്യങ്ങള് കോളേജിന്റെ കാര്യങ്ങൾ ഇത് ആയി. പിന്നീട് ഹോസ്റ്റൽ വേണമെന്ന് പറഞ്ഞു, ഹോസ്റ്റൽ മുകളിൽ കെട്ടി. പിന്നെ ക്യാൻറ്റീൻ വേണമെന്ന് പറഞ്ഞു, ക്യാൻറ്റീൻ കെട്ടി. അടുത്തായിട്ട് നമുക്ക് ഓഡിറ്റോറിയം കിട്ടി. അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഉണ്ട്. ഈ കക്കൂസിന്റെയും കാര്യങ്ങളൊക്കെ പൂർത്തിയായി. ഇപ്പൊ അവർക്ക് അക്കോമഡേഷൻ പോരാ, ഏറ്റവും മുകളിൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതങ്ങനെ ചെയ്യേണ്ടതാണ്. അതിനൊരു വിമർശനം കൂടി പറയട്ടെ. വിമർശനം പറയാനല്ലോ പറയണ്ടോ. ഇപ്പൊ മുകളിൽ ഇപ്പൊ കുട്ടികൾ ആസ്പെറ്റോസ് ആണ് ഇപ്പൊ അതിന്റെ മുകളിലുള്ള മേൽക്കൂര ആണല്ലോ. ആസ്പെറ്റോസ് അല്ല, ഷീറ്റ് എന്ന് പറയുമ്പോ മറ്റേ ആസ്പെറ്റോസ് അല്ല, ഈ ഇതിന്റെ അപ്പൊ അതെ ഇങ്ങനത്തെ. അപ്പൊ അങ്ങനത്തെ ഒരു ഷീറ്റില്
ഈ ഈ പെരും വേനൽക്ക് കുട്ടികളെ കളർത്തുന്നത് ശരിയാണ്, അതിന് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഞാൻ ഇതിൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ ഈ കുട്ടികളെ മുഴുവൻ ഇതിൻ്റെ സെല്ലാറിലേക്ക് വിടണമെന്നായിരുന്നു പള്ളിയുടെ സുഖമായിട്ട് അവർക്ക് താമസിച്ചാലും ബാക്കിയാണ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മളെ പല പരിപാടികൾ 5 ക്ലാസ് നമ്മൾ പലതും അത് മുടങ്ങിപ്പോകും. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നാളത്തെ മീറ്റിങ്ങിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കട്ടിൻ്റെ ആ ഫ്രണ്ട് ഏരിയ ഉണ്ടല്ലോ, അവിടെ കണ്ട് നമുക്ക് പണിയെടുക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ അവിടെ ആക്കാം എന്നുള്ളതിലേക്ക് പ്രൊപ്പോസൽ കാശിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണെന്ന് നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ പറഞ്ഞത് ചൂടിൻ്റെ മാത്രമല്ല, ഇത്തിരി നില കയറും. ഇനി ഒരു വിമർശനം കിട്ടുന്ന സമയത്തല്ലേ ഇപ്പൊ ഇങ്ങനെ മഹല്ല് നിവാസി എന്നുള്ള നിലക്കാണ്, അതായത് വ്യാപാരിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്കല്ല, അല്ല മഹല്ല് നിവാസി എന്നുള്ള നിലക്ക് ഒരു വിമർശനം കൂടി. ഇപ്പൊ താഴെക്കോടിന്റെ അഭിമാനമാണ് ഇപ്പൊ നമ്മളെ പള്ളി ഈ കോംപ്ലക്സ് അല്ലെ. ഈ കോംപ്ലക്സിന് ഒരു ന്യൂനതയുണ്ട്, അതായത് ആ മറ്റേ ആ വഴി അതൊന്ന് കട്ട വിരിച്ച് ഭംഗിയാക്കാൻ പറയാം. നമ്മൾ ഈ കോംപ്ലക്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അടിയിൽ കബർ, പില്ലറിന്റെ മുകളിൽ NH, ഫ്രണ്ടിൽ സ്ഥലം വിടണം, അതൊരു സ്ലാബ്. അപ്പോൾ തൽക്കാലം നമ്മളൊരു കച്ചവടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രൊപ്പോസൽ ഉണ്ടായി. പിന്നീട് എനിക്ക് തോന്നിയത് ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ഈ കച്ചവടക്കാർക്ക് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെ 10ന്റെ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോം 12ന്റെ കമ്പിയാക്കി സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് തിക്നെസ് കൂട്ടിയിട്ടാണ് സ്ട്രോങ് ആക്കി. കാരണം ഒരു ലോഡിലെ വണ്ടി കയറി. അതേസമയം അതിൻ്റെ ലോഡിനൊരു ലിമിറ്റ് ഉണ്ട്. 85 മീറ്റർ നീളമാണ്, 7.5 അടി ആവറേജ് ആണ് അവിടെ, അല്ല മീറ്റർ ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ടണ്ണ് കണക്കിൽ ലോഡ് ഇതെന്നും താങ്ങിക്കൊണ്ടിരിക്കും. അത് എത്രത്തോളം കാലം ഇത് താങ്ങാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ എഞ്ചിനീയർ അഭിപ്രായത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ചുവന്ന അതുണ്ടല്ലോ ഇൻ്റർലോക്ക് ഒരിക്കലും ഉണ്ടായത് ഓടിൻ്റെ ആ ചുവന്നത് ഇടുകയാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് അത് താങ്ങൂല. 85 മീറ്റർ 85x8 എത്ര ഒക്കെ പില്ലറിലും ബീമിലുമാണ്. ഇങ്ങനെ ലോഡ് താങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു കച്ചവടക്കാരന് ഒരു അരിപ്പീടി ഇറങ്ങി ഒരു അരിവണ്ടി കയറ്റുകയാണെങ്കിൽ ആ ബീമുകൾ അപ്പൊ ഇതിന്റെ സേഫ് നോക്കിയിട്ടാണ് ചെയ്യാത്തത്. ഡിമാൻഡ് അറിയായിട്ടല്ല, അതിന്റെ മുന്നിൽ മൂപ്പര് അതൊരു മഹല്ല് നിവാസി എന്നുള്ള നിലയ്ക്ക് അല്ല റൂം എടുത്ത ആളെന്നുള്ളതിലും വേണം. പക്ഷെ അത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കോൺക്രീറ്റും സാധാരണ ലൈഫ് 100 കൊല്ലാണ് പറയുന്നത്. പക്ഷെ നമുക്കത് നോക്കിയാൽ 150 വില കൊണ്ടുപോകാം. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ കയറ്റിയാൽ ചിലപ്പോൾ അവർക്ക് എത്തൂല. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഈ ഭൂമി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാർ നമുക്ക് ഞാൻ പറയും 1928 ഇവർ ഈ കൃഷിഭൂമി 10 ഏക്കർ ഓരി വെച്ചപ്പോൾ അതിൻ്റെ ഒരു വീതം കിട്ടിയത് നമ്മളെ സേട്ടുവിൻ്റെ വാപ്പ അബ്ദുല്ലാജിൻ്റെ പെങ്ങളാണ്. അബ്ദുല്ലാജിൻ്റെ പെങ്ങൾക്ക് ഇതിങ്ങനെ വഖഫിൽ നിന്ന് വീതം കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന തന്നെ അപ്പം തന്നെ 10 സെൻറ്റ് പള്ളി വഖഫ് ചെയ്തു. അതാണ് പുൽക്കടയുടെ പുറകിൽ കിടക്കുന്ന മയ്യത്തുകാര. കാരണം അവർ 10. അത് കഴിഞ്ഞ് നമ്മളെ 10-ലോ 19-ലോ 12-ലെത്തി നമ്മളെ ഹംസാജി ഒന്നും എന്നോട് പറയും കുറച്ച് സ്ഥലം ഞാൻ പള്ളിക്ക് തരുന്നുണ്ട്. നമ്മളെ ജലാപ്പി കൂടിയാണ് നമ്മളെ ഹംസാജി NP ഹംസാജി 19 സെൻറ്റ് കഴിഞ്ഞും തോട്ടം അത് പള്ളിക്ക്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ തന്നത് ഈ വഖഫ് വർഷങ്ങൾ കൊടുമ്പിരിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ തിരിച്ചു വന്നപ്പോൾ ഹംസന്നി വന്നു, മുഹമ്മദാജിയുടെ മകൻ. എൻ്റെ അടുത്തൊരു 25 സെൻറ്റ് ഉണ്ട്. ഇത് പള്ളിൻ്റെയാണെന്ന് അറിഞ്ഞത് കൊണ്ട് എനിക്കത് വേണ്ട, വഖഫ് വേണ്ട. അയാള് ചാവക്കാട് പള്ളിയിൽ മൂല്യര്. അത് അല്ല, ഈ അഹമ്മദൂന്റെ ജൽമണിയിലൊക്കെ മൂത്താപ്പ അഹമ്മദിന്റെ ഒക്കെ അങ്ങനെ 25. അപ്പോൾ ഓരോരുത്തർ റിക്കാർഡ് രേഖ നല്ല രജിസ്റ്റർ ചെയ്താൽ പറ്റില്ല അറിഞ്ഞ് 200 രൂപ മുദ്രക്കാട് ക്ലാസ് ഇന്ത്യ അതുലരി പേരിൽ എഗ്രിമെൻ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തരുന്നത് മദാരി അബുജിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഹുസൈനാർ മൂല്യർ എൻ്റെ ഉസ്താദാണ്.
അദ്ദേഹം കോട്ടപ്പാടം ഹുസൈനാര് കോട്ടപ്പാടല്ല അല്ലല്ല കേക്കനാട് കേക്കനാട് കേക്കന്റെ മൂപ്പര് ഭാര്യ ഒറ്റക്ക കുട്ടികളില്ല. അപ്പൊ മൂപ്പര് ഹജ്ജിന് പോയപ്പോ തന്നെ കുറച്ച് സ്ഥലം വിറ്റു, റഫീഖിന് കൊടുത്തു. അതിന് അന്ന് പള്ളിക്ക് തന്നു. അവര് ബാക്കിയുള്ളത് മരണശേഷം ഇവര് ഓരിയൊക്കെയാണ്. മമ്മുണ്ട്, അബോജിയുണ്ട്, നമ്മളെ കേക്കര മാനുവിന്റെ ഭാര്യ ഉണ്ട്, അവിടെ നമ്മുടെ മൊയ്തീൻകുട്ടിയുടെ ഭാര്യയുണ്ട്. ഒരു ഭാര്യ. അപ്പൊ ഒരു 10 സെന്റ് 4 ആ ഭാഗത്ത് കൂടിയൊക്കെ ഊരി വെച്ച് കൊടുക്കല് ഞാനാണ്. ഈ മമ്മൂറ്റി ഊരി വെച്ചിരിക്കണ ഞാനാണ്. ഒക്കെ പേപ്പറിട്ട ആളെന്ന് ഈ കുഞ്ഞമ്മൂറ്റി ഇതും കൂടി ഒക്കെ ഞാൻ തന്നെ വിളിച്ചു. ഏതായാലും ഈ ഊരി വെക്കണ ഒരു സന്ദർഭിച്ചല്ലേ, ഞാൻ എന്റെ തറവാട് ഊരി വെക്കാൻ വേണ്ടിട്ട് അംസാക്കാൻ്റെ അടുത്ത് ഇരുന്ന്, അംസാക്ക ഒരു പക്ഷെ വന്നിട്ടുണ്ടാവും. അപ്പൊ അംസാക്കയുടെ മമ്മ ഈ അങ്ങോട്ട് ഊരി വെച്ചടാ, എന്നിട്ട് ഒത്തുപോളില്ലെങ്കിൽ വിളിക്കുക, അപ്പൊ ഞാൻ വരാം. ഇത് അപ്പൊ അന്ന് മൂപ്പർ ഓരിയേക്കുമ്പോ ഓലിക്ക് 4 ആൾക്കും കൂടിയല്ലേ. അപ്പൊ അവരൊക്കെ കൂടെ എടുത്ത് വന്നിട്ട് പറഞ്ഞു നമ്മളത് പള്ളിക്കൽക്കണം, എന്നാ ആ വീട് പൊളിച്ചിട്ട് നിസ്കാര പള്ളിയാക്കുക. അങ്ങനെ ഇന്ത്യ അദ്വൈതയും പേരിൽ ഇങ്ങനെ ദാനത്തിൽ വന്നുകൊണ്ട് ഇപ്പോൾ അത് ഐഷാപ്പള്ളി ഇപ്പൊ അങ്ങനെ തുടർന്നു. അത് നമ്മളെ കീഴിൽ തന്നെ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് തന്നത് ആര്യേജിയുടെ മക്കൾ കാവുണ്ടത്ത്. അയാൾ മരിച്ച പോലെ സ്വത്തുക്കൾ ഊരി വെച്ചപ്പോ ഓല് ആധാരത്തിൽ കൊണ്ട് ഇത് പള്ളിഭാഗം ജമ്മം പള്ളി സ്വത്ത് ഒന്ന് കണ്ടു. അങ്ങനെ കളത്തിലാത്തുന്ന മെല്ലെ എന്നെ വിളിച്ചു മരുവിനെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അത് പള്ളിന്റെ വക്കഫ് തന്നെയാണ് ജന്മസ്ഥലം. എന്നാ പിന്നെ അത് ഞങ്ങൾ പള്ളിക്കേലാണ് പറഞ്ഞു. ആ 39 സെന്റ് നമുക്ക് പള്ളിക്ക് തന്നു. പിന്നെ നമ്മൾ KKസിന്റെ കാലത്ത് ഈ റോഡ് വന്നത്, അത് മറ്റേ തോട് അത് വന്ന നാളത്ത് നോക്കുമ്പോൾ 19 സെന്റ് ഉണ്ട് ആ സ്ഥലം. അപ്പൊ എന്ത് ചെയ്തു, അപ്പുറത്ത് നമ്മൾ ഇതിൽ നിന്നുള്ള സ്ഥലം തന്നെ വിറ്റ് കൊടുത്ത ആളേക്കെന്ന് വിലക്ക് വാങ്ങിങ്ങാണ്ട് കുതിരന്മാർക്ക് കൊടുത്തു. എന്നിട്ട് വിലക്കുന്നത് വാങ്ങി 19 സെന്റ്. ആ 19 സെന്റിൽ ഞാനും മെയ്തിൻകുട്ടിനടുത്ത് പോയിട്ട് അവിടെ കിണറിന് വേണ്ടി 18 പോയിന്റ് സ്ഥലം എഗ്രിമെന്റിൽ പള്ളിക്ക് അതിലാണ് ഇപ്പോൾ നമുക്ക് കുടിക്കുന്ന കിണർ. ഇങ്ങനെ നമുക്ക് ഈ ഭൂമികളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ തന്നിട്ട് അവസാനമായി തന്നത് നമുക്ക് ഇത് തന്നെയാണ്. ഇപ്പൊ ഇന്നലെ മിനിയാന്ന് പോയി അവിടെ എൻ്റെ മൂലക്കൽ നിസ്കാരപ്പള്ളി പുതുക്കി പണിയുടെ പരിപാടി. അപ്പൊ വാപ്പാന്റെ ഒരു അഡ്രസ് ചെയ്തിട്ടാണ് ഈ വെണ്ട പിന്നെ വെണ്ട മുഹമ്മദ് ഹാജിയുടെ പേരിൽ അങ്ങനെ വന്നാണ് വെണ്ടമൂല എന്ന് പറയുന്ന സ്ഥലം. അല്ല അവള് പരാമർശത്തിൽ അപ്പൊ അവിടെ അല്ല അവിടെ രസകരമായിട്ടൊന്നും ഞാൻ പറയാം. അതായത് മുമ്പ് ഇന്ന് വെണ്ടമൂലയാണ്, നാളെ വെണ്ടങ്ങാടിയാവും, പിന്നെ മറ്റേ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാലത്തിന് ശേഷം വെണ്ട സിറ്റിയാവും. അതിന് വേണ്ടി ചെന്നപ്പോ അത് അംശു അല്ല ചൊലക്കനംസ അവര് അറബിഷ്യയിലേക്കൊന്ന് കാശ് വാങ്ങിയിട്ട് എന്നെ വിളിച്ചു ഇവിടെ സംസ്കാരപ്പള്ളി ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ 2 സെന്റ് വാങ്ങി. ഈ 2 സെന്റ് വാങ്ങിയിട്ട് അത് കുഞ്ഞാനോക്കാന്റെ പേരിലാണ് വാങ്ങിയത്. അതിൽ ഞാനൊന്ന് വൈക്കെടുത്തോട്ടെ. അതായത് 4 സെന്റാണത്. അല്ല ഇതിന്റെ അറിവ് ശരിയാണ്. അത് 4 പേരാണ് അത് വാങ്ങിയത്. കുഞ്ഞാനാക്ക, എന്റെ ഉപ്പ, അബുവാജി, വീട്ടുപേരും കൂടെ ഒന്ന് പറയും. നൊട്ടുവല്ലേ അബൂലേരില്ലേ, അബൂലേര്. പിന്നെ കുന്നനാത്ത് കുഞ്ഞാലിയാക്കാന്റെ ഈ 4 പേര് കൂടിയിട്ടാണ് വാങ്ങി. അതിനെപ്പറ്റി ഒരു വിവാദമുണ്ട്. അത് അതെന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അതൊന്ന് പൊളിച്ച് വിപരീകരിക്കണം. അപ്പൊ അബുവിനോട് സംസാരിച്ചു ഒരു 1.5 സെന്റ് വാങ്ങിയാൽ ഞാൻ അത് അളന്നു. അപ്പൊ ആ അളന്ന ആ സ്ഥലങ്ങൾ അവിടെ ഒരു കാര്യം ചെയ്യാൻ ഇപ്പോ ഇങ്ങനെ ആരാ എന്താന്ന് വേണ്ട, അത് പള്ളി കമ്മിറ്റിന്റെ പേരിൽ അങ്ങോട്ട് തീരുവാങ്ങാം എന്ന് വെച്ച് പോകുന്നു. ഞാൻ ഇപ്പോഴും പള്ളിക്ക് ആസ്തിണ്ടാക്കി കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് നമ്മളെന്ത് പറ്റിയെന്ന് അറിയാം. നമുക്ക് ഇവിടെ ഈ പറഞ്ഞ 8 ചില്ലറ ഏക്കറയും അതുപോലെ 1.5-3 ചില്ലാൻ ഏക്കർ നമുക്ക് കാര്യവട്ടം വില്ലേജിലുണ്ട്.
നമുക്ക് അവിടുന്ന് ഈ മദ്രസന് ആരും വിട്ടതാ ഈ ആമോട്ടിയാച്ചി നല്ല എംടിയാച്ചി വന്നതേ മൂപ്പർക്ക് അവിടെ സ്ഥലം ഉണ്ടായിരുന്നു അതിന് തന്നു 3 ഏക്കർ 3 ചില്ലാനേക്കർ 345 അതിലെന്താ അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞ മാതിരി ഇന്റെ അമ്മാവന്റെ അളിയനുണ്ട് അവരുടെ കൈവശത്തില്. അപ്പൊ അവര് ഈ 64 അവരൊക്കെ പട്ടയം വാങ്ങി കഴിഞ്ഞു. ഭൂമിയൊക്കെ അവരുതായി നമുക്കില്ല. അതിൽ എന്റെ വാപ്പ എന്റെ അമ്മോന്റെ അളിയനാണല്ലോ, നല്ല ബന്ധമാണ്. എന്റെ വാപ്പ നമ്മളെ കുഞ്ഞാപ്പാച്ചിനെ വിളിച്ചുകൊണ്ട് അവരിത് പോയിങ്ങാണ്ട് ഈ സ്ഥലങ്ങൾ പള്ളിൻ്റെ നമ്മളെ ദർസിൻ്റെ ആണ്, അത് നിങ്ങൾ പട്ടയം വായിക്കണം, അത് പകുതിക്ക് പകുതി എന്നുള്ള രൂപത്തിൽ എങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ ആ കാലത്ത് 45,000 രൂപ അതുകൊണ്ട് മാറ്റത്തിന് 1 ഏക്കർ അത് അങ്ങനെയാണ് ആ 1 ഏക്കർ വാങ്ങിയപ്പോൾ അതിൽ തികയാത്ത കാശ് അതിലെ കുട്ടിയാക്ക വിട്ടു കഴിഞ്ഞുകൊണ്ട് നമുക്ക് 1 ഏക്കർ ബന്ധപ്പെട്ട് കിട്ടിയ ദർശനാണ് സ്വത്ത്. അപ്പൊ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് ഞാനത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലേക്ക് 4 അടി ചവിട്ട് വഞ്ചി വെച്ചിട്ടുണ്ട്. അത് പകുതി വരെ എത്തണം, വഴിയില്ല. അത് കണ്ടപ്പോൾ ഞാനെന്ത് ചെയ്തു, അങ്ങനെ അതിന്റെ ആ വഴി KCB കൊടുത്ത വഴി ഉണ്ടല്ലോ, അത് നമുക്ക് അനുവദിച്ച് തരാൻ വേണ്ടി ഞങ്ങൾ കൊടുങ്ങല്ലൂര് പോയി. അവര് നമ്മൾ മൈമിയജി ഒക്കെ കൂടെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ. അപ്പൊ അവരെത്തി ചെന്നപ്പോൾ അവർ പറഞ്ഞ ഒരു ഡിമാൻഡ് വെച്ചു, അതിന്റെ തൊട്ട സ്ഥലമുണ്ട് അത് നിങ്ങൾ എടുക്കുക, അതിന് ബദല് ഇതിന്റെ വടക്ക് ഭാഗത്ത് അത്രയും സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു തരിക, അങ്ങനെയാണ് ഈ ചെയ്യാൻ. എങ്ങനെയാണെങ്കിലും നമുക്ക് 12 അടി വഴിയല്ലേ പറ്റും. അങ്ങനെ സമ്മതിച്ചതിലേക്ക് 12 അടി വഴി കിട്ടുകയായിരുന്നു. അങ്ങനെ കിട്ടി. എന്നിട്ട് നമ്മളതിൽ തെങ്ങ ഒരു വരുമാനമില്ല, അങ്ങനെയാണ് അതിൽ റബ്ബർ വെച്ചത്. ഞാനും മായമുട്ടി നമ്മളെ മായമുട്ടി ഞാൻ അങ്ങനെ പല ഭാഗത്തും ആണല്ലോ, തൃശ്ശൂർ, ചിറ്റൂർ, പാലക്കാട്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടത്താൻ ഏൽപ്പിച്ച് നമ്മൾ മാളികത്തിന് മായമുട്ടിയാണ്. മായമുട്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യാറ്. ഞാൻ മിക്കവാറും വെള്ളിയാഴ്ചകളിൽ ഞാൻ വരുള്ളൂ. പിന്നീട് 2005 മുതലാണ് ഞാൻ റിട്ടയർ ചെയ്തിട്ടാണ് എപ്പോഴും വരാൻ തുടങ്ങി. നമ്മളെ കോളേജുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും മറ്റുള്ള ആളുകളെ ഉണ്ടാക്കുന്നതിലും ഒക്കെ ക്യാൻറ്റീന്റെ ഉത്തരവാദിത്തത്തിൽ നോക്കിയിരുന്നു. പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടിയാജിയെ പറ്റി അനുസ്മരിക്കാൻ ഏറ്റവും അർഹനും യോഗ്യതയുള്ളത് നടത്തിപ്പിലൊക്കെ അവളെ പിന്നെ ഭക്ഷണമൊക്കെ ഈ മൈല നിവാസികളേക്കുന്ന ഭക്ഷണം എന്റെ വാങ്ങണം മറ്റു വേണം ഒക്കെ ചോദിച്ചു വാങ്ങിയ നടന്ന് മൂപ്പര് ഇങ്ങനെ ഓരോരുത്തരും കണ്ടാലും വരിസംഖ്യ വിൽക്കുന്ന കാര്യമാണെങ്കിൽ അത് മൂപ്പർക്ക് വേർട്ടാണ്. ഇന്നൊരു തന്നു എന്നാൽ തന്നില്ല. അതിനൊക്കെ അതുപോലെ തന്നെ ഭക്ഷണത്തിന് നമ്മൾ ഇത്ര ഉറപ്പി മറ്റേ ഇത്ര ഫുള്ള് ഭക്ഷണത്തിന് ഇത്ര എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന പോയി തിരിച്ച് എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം വന്നിട്ട് വീട്ടിൽ വരും. വീട്ടിൽ ഞാൻ എവിടെ കണ്ടാലും ആദ്യം കാണുമ്പോ ഓക്കെ കുട്ടികൾക്ക് ഇഷ്ട ഫുഡ് കൊടുക്കണം കേട്ടോ. അങ്ങനെ ശരിക്ക് എനിക്ക് വേണ്ടിയുള്ള സേവനം ഞാൻ സ്ഥലത്തില്ലാത്ത എന്റെ ജോലികൾ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന ഞാൻ മിക്കവാറും വെള്ളിയാഴ്ചകളിൽ 2005 ഞാൻ പെൻഷൻ പറ്റിയതിനു ശേഷമാണ് നിരന്തരം വരാൻ. പിന്നെ ഞാൻ ഈ സർവീസിലുള്ളപ്പോൾ തന്നെ 94 അതിന്റെ പണി കഴിഞ്ഞേക്കെന്നെ എനിക്ക് അമ്മാവന്റെ അവിടെ താമസം മാറ്റേണ്ടി വന്നപ്പോൾ ഞാൻ ഉടനെ കമ്മിറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പെരുന്നാളൊക്കെ മാറിയിരിക്കുന്നു, എനിക്ക് ഒഴിവാക്കി തന്നെ എന്നെ ഞാൻ രാജിവെക്കണം. അന്ന് ഇവിടുത്തെ പ്രധാന ആൾക്കാർ മഹമ്മൂദാജി മറ്റേ കല്ലിരാജ് ഇവരൊക്കെ കൂടെ ഒരു കാരണവശാലും സമ്മതിക്കൂല. ഇജി എവിടെ ജോലി ചെയ്തോ അന്ന് അങ്ങനെയാണ് മഹമ്മൂട്ടി അതിന് ചുമതല എനിക്ക് വേണ്ടി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2003 തിരുവനന്തപുരത്തൊക്കെ മന്ത്രി സെക്രട്ടറി ആയിട്ട് പോയി. അന്നും കമ്മിറ്റി വിളിച്ചു, എനിക്ക് കഴിയില്ല. അന്ന് മുതലാണ് മൈമുട്ടി ഏൽപ്പിക്കുന്നത്. മറ്റേത് കുറച്ചാലി മൈമുട്ടി. അപ്പൊ 2003 ഇങ്ങനെ പാർട്ടിയിൽ അറിഞ്ഞപ്പോൾ പറഞ്ഞു മഹമ്മൂദാജി അസമുലയിൽ കമ്മിറ്റിയിൽ വന്നു. ഇവിടെ എങ്ങാനും രാജിവെച്ച് പോയിട്ടുണ്ടെങ്കിൽ മൈസറിൽ വെച്ചിട്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഇത് എവിടെ പോയാലും പാടില്ല, ജീവിതം മരിക്കുന്ന ഒരു ജനപ്രതി സെക്രട്ടറി അറിഞ്ഞു എന്ത് പിന്നെ പറയുമല്ലോ ഒക്കെ സംഭവിച്ച. അങ്ങനെ അന്ന് മുതൽ മൈമുട്ടി ഏൽപ്പിച്ചിട്ട് 2003 മുതൽ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവര് എന്ത് കണ്ടിട്ടാണോ ഇന്നത് ഏൽപ്പിച്ചത് അത് ഇന്നും അവർക്ക് അവര്
തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ബോധ്യം. അത് തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്താം. കാരണം താഴെക്കൂടി മഹലിന്റെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. അതിന് സംശയമൊന്നും. പിന്നെ വേറൊരു വിഷയം, വേറെ എന്താണല്ലോ വെച്ചാൽ ഒരു ജനറൽ സെക്രട്ടറി ആയി മാത്രം ഇരിക്കല്ല നാട്ടിലിപ്പോ നല്ല സ്ഥലം പോലെ വെക്കുമ്പോ ആ വിഷയത്തിൽ സാമൂഹികപരമായിട്ടുള്ള വിഷയത്തിൽ എല്ലാറ്റിലും ഇടപെട്ടിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടും നമുക്ക്. പിന്നെ എനിക്ക് അദ്ദേഹത്തിന് ഇരുത്തിയിട്ടല്ല, നമ്മളെല്ലാം ഏത് കണക്ക് വായിക്കുമ്പോഴും 1.5 ലക്ഷം അംശ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഏത് കണക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഷോർട്ടേജ് വരുന്ന പൈസ 1 ലക്ഷം വാങ്ങിയിട്ടുണ്ട്, 1.5 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. എപ്പോഴും കണക്കിൽ കേൾക്കും. അപ്പൊ എന്താ ഷോർട്ട് വരുന്ന പൈസ മാംസമൊക്കെ വെക്കുകയാണ്. പിന്നെ വരുമ്പോ അങ്ങനെ റോൾ ചെയ്യുന്ന ഒരു നേതൃത്വം കൂടി. അതിപ്പോ അംശമൊക്കെ ഇരുത്തി നമ്മൾ ഇതാക്കല്ല. പക്ഷെ കാര്യങ്ങള് ഒരു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഷോർട്ടേജ് വരുമ്പോൾ കയ്യിൽ നിന്ന് എടുത്തു വെച്ച് പിന്നീട് അത് ക്ലിയർ ചെയ്യുന്ന ഒരു രൂപം ഏത് കണക്ക് വായിക്കുകയാണെങ്കിലും അംശക്കാരന്റെ ലേസം ഷോർട്ട് അംശം കൊടുക്കണ്ടോ. പിന്നെ വേറൊന്നില്ലേ, അതായത് പ്രവർത്തിക്കുന്നവർക്കെതിരെ വിമർശനം. അല്ല അത് സ്വാഭാവികം വാങ്ങാൻ നമുക്ക് അത് കണക്കുട്ടിയ. അതിന് വേറെ ഒന്നുണ്ട്, നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവര് വിമർശനം കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അത് ബോധ്യല്ല ഞാൻ. പിന്നെ നമ്മൾ ഈ പള്ളിന്റെ ഇത് തുടങ്ങാനപ്പോ തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ ഇത് ഉദ്ദേശം എന്താ വെച്ചാല് നമ്മള് കോംപ്ലക്സ്, ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞാല് താഴെക്കോടിനെ മാറിപ്പോവാണ്. വൈകുന്നേരമൊക്കെ ഞാൻ വരുമ്പോ വണ്ടിട്ട് നോക്കിയാലും പഠിച്ചു നമ്മള് താഴെക്കോടം ഞാൻ തന്നെ ആലോചിച്ചു പഴയ പ്രതാപത്തിലേക്ക്. കാരണം എന്റെ വല്യപ്പയ്ക്ക് കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പെട്രോൾ മാക്സിന്റെ കാലത്തിന്റെ കഴിഞ്ഞ് വീണ്ടും ഒരു പ്രതാപത്തിലേക്ക് എത്തിയത് കോംപ്ലക്സ്. പിന്നെ നമ്മളെ തൂതവട്ടത്തോട് റോഡ് വന്ന് ഇതേനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ടാ പോയത്. അവിടെ സ്ഥലം കൊടുക്കില്ല അറിഞ്ഞിട്ടാണ് അത് കരിങ്കലത്താണി വഴി പോയത്. അങ്ങനെ ഒരു അസാക്കിൻ 2 ആൾക്കാർ ഇരുന്ന് കരിങ്കലത്താണി ഇവിടെ. പിന്നെ അതുപോലെ നമ്മള് പഞ്ചായത്ത് ഓഫീസിൽ താഴെ കൊടുക്കാന്നത് ബിൽഡിംഗ് കിട്ടായിട്ട് കരിങ്കലത്താണിക്ക് പോയതാണ്. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടാണ്. ആ നഷ്ടപ്പെട്ട താഴെക്കുടിന്റെ വീര്യം നമ്മളെ മഹല്ലേറെ കൂട്ടായ പരിശ്രമം കൊണ്ട് നമുക്ക് ഈ കോളേജ് ഉണ്ടാക്കി ആങ്ങാടിന്റെ മുഖച്ഛായ മാറ്റം നമുക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, അതിന് വഴി കാട്ടാൻ ചാലകനാകാൻ അംശക്കാർക്ക് ഭാഗ്യവും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഞാനും എഞ്ചിനീയറും എന്റെ മോനും. എന്നാല് വാർപ്പിന്റെ അന്ന് 10 ആള് വരുന്നല്ലാണ്ട് ഒരാളും ഇതിനുണ്ടായിരുന്നു. ഖത്തീബ് എപ്പോഴും പറയുള്ളൂ, ആ മനുഷ്യന് ഒറ്റക്ക് ഒരു കറുത്ത ബാഗും കൊണ്ട് വന്നിട്ടാണ് അപ്പോഴേക്കും ഖത്തീബ് എന്നും പറയും. നിലവിലുണ്ടായിരുന്ന ഖത്തീബിന്റെ കൂടെ നമ്മൾ പരാമർശിക്കണം. 33 വർഷം സേവനം നടത്തിയൊരു ഖത്തീബാണ് നിലവിൽ നമുക്ക് ഉണ്ടായത്. ഞാൻ ഏപ്രിലാണെന്ന് തോന്നുന്നുണ്ട്, മാർച്ചോ ഏപ്രിലാണ് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞ് മൂപ്പര് പറയുന്നത് 2-3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഏതാണ്ട് ഒരു ഇതാണ്. അങ്ങനെ ഈ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ നല്ലൊരു ബന്ധത്തിലാണ്. പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു പറയാം. ഈ 2003 മുതൽ പാഴ്മോട്ടിനെ ഏൽപ്പിച്ച കാര്യങ്ങളായിട്ടാണ്. മൂപ്പരെന്ന് പറഞ്ഞാൽ ഒരു 33 കൊല്ലം ഒരു മഹലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ആ ഒരു മനസ്സ് തന്നെയാണ്. എന്തെല്ലാം വിഷയങ്ങളുണ്ടായി. അപ്പം നമ്മളെ കാപ്പറമ്പിൽ എത്രയോ മരിച്ചു പോയിണ്ട അവസ്ഥ. അതിൻ്റെ മുന്നിൽ ഞാനാണ്. എൻ്റെ ഉപ്പാനോട് ഇങ്ങോട്ട് ഇറങ്ങിയത് ഞാനും ഇറങ്ങി. എന്നിട്ടാണ് അതൊരു സൊല്യൂഷനാക്കി കണ്ട് 2ആക്കി കണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അയാൾ എടുത്ത് പറയണം ഇന്നും തന്നെ. പക്ഷെ അയാൾക്കൊരു 2-3 കൊല്ലം മുമ്പ് വീട്ടിലാളില്ല, അതുകൊണ്ട് ഞാൻ പോട്ടെ നിന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ മൂപ്പരോട് പറയും, ഞാനും നമ്മൾ തുടങ്ങിയ വെച്ചാണ് ഈ പള്ളി പൂർത്തിയായിട്ട് നമുക്ക് പോകാം. ഞാനും അപ്പം സ്ഥാനം മാറിക്കൊടുക്കും. അപ്പം നമുക്ക് പോകാറിഞ്ഞ് നിർത്തിക്കാൻ. അതായത് 33 വർഷത്തെ സേവനം. നമ്മളെ പള്ളി ഉദ്ഘാടനവും കഴിഞ്ഞ് പുതിയ പള്ളി ഉദ്ഘാടനം 3-4 മാസം നിന്നു. ഒരു നോമ്പ് വരെ നിർത്താൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അപ്പത്തിന് വേറൊരാളെ കിട്ടിയപ്പോ പിന്നെ മൂപ്പര് പോകാന്നുള്ളത് കൊണ്ട് പിന്നെ മൂപ്പര് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് 2 ചില ലക്ഷം രൂപ നമുക്ക് പിരിച്ചു കൊടുക്കാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല, എത്ര മക്കളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ പോക്കറ്റിൽ നിർത്തി ചിലവാക്കുന്നതിന് വില. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല. ഇന്ന് 50 റുപ്യ വെറുതെ പള്ളി നടത്തി പോന്നിട്ടും ട്രഷറി പോയിട്ട് മാസം 50,000 രൂപ പെൻഷൻ വാങ്ങും. അപ്പൊ പെൻഷന്റെ ഗുണം എന്താന്ന് എനിക്കറിയാം. അതാണ് ഞാൻ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച മൂപ്പർക്ക് 5,000 റുപ്യ പെൻഷൻ കൊടുക്കണം. അത് മൂപ്പരെ കാലാവസാനം വരെ നമുക്ക് കൊടുക്കണം. അതേപോലെ പ്രത്യേകതയാണ്. കാരണം ഈ 33 വർഷം സേവനം നടത്തി എന്നുള്ള നിലക്ക് മരണം വരെ 5,000 രൂപ മാസം പെൻഷൻ മഹല്ല് കമ്മിറ്റി നൽകുക ചരിത്രമാണ്. ഇതുവരെ നമ്മളെ കേട്ടിട്ടില്ല സംഭവം. ഇല്ല, പല മഹലും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് നമ്മളെ ഇയാൾക്ക് പെൻഷൻ കൊടുത്തിരുന്നു.
മുഖ്യമാർക്ക് ഉമ്മാക്കാക്ക് 2000 രൂപ 4-5 കൊല്ലം കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭാര്യക്ക് കൊടുക്കണമെന്നൊരു ചർച്ച മൈമൂട്ടിനോട് ചോദിച്ചു. അങ്ങോട്ട് നമ്മൾ പോകണ്ട. അതില് നമ്മളെ പഴയ കത്തിവിനെ പറ്റിട്ടൊരു ഒരു വാക്ക് പറയാൻ മൂപ്പര് പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്കാണ്. എന്നെ വല്ലാതെ ആകർഷിച്ചൊരു വാക്കാണ്. നിങ്ങൾ എനിക്ക് സക്കാത്ത് തരരുതേ, എനിക്ക് സക്കാത്ത് തന്നാൽ നിങ്ങളുടെ സക്കാത്ത് യോഗ്യതപ്പെട്ടവനെ കൊടുക്കാവൂ. ഇത് പറയുന്നത് ആരാണെന്ന് നോക്കണം. അതായത് സക്കാത്തിന് മൂപ്പര് അർഹനല്ലെന്ന് മൂപ്പര് തന്നെ പറയാണ്. മാത്രല്ല കുറച്ച് കുറെ പ്ലസ് പോയിന്റുകളുണ്ട്. കാരണം ഒരാളെ പോലും ഒരു പിന്നെ ഇപ്പൊ ഇനി എന്ത് വിഷയം ഉണ്ടെങ്കിലും കാര്യങ്ങള് അവിടെ പറയിച്ചെങ്കിലും പേരെടുത്ത് പരാമർശിക്കുക ഒന്നും ചെയ്യാതെ തന്നെ ഇന്നെങ്ങനെ ഒരാളെന്ന് പറയുന്നല്ലാതെ ഒരു പേരെടുത്തിട്ട് ഒരു പരാമർശം ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ല. കൃത്യമായിട്ട് ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ കമ്മിറ്റി കഴിഞ്ഞ ശേഷം കൃത്യമായിട്ട് പറയും. പക്ഷെ ഇന്ന ആള് പറഞ്ഞു ഇന്നാള് ഒരാളെ പോലും പരാമർശിക്കാത്ത വളരെ കൃത്യമായി ഇതാക്കി നമുക്ക് വ്യക്തിപരമായിട്ട് മൂപ്പരെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മൂപ്പര് പറഞ്ഞൊരു വിഷയം പ്രശ്നം ഉണ്ടാക്കാതെ ഒരു മൈലിൽ കൊണ്ടുപറഞ്ഞു. അത് മൂപ്പര് ആ പോളിസി ഇപ്പോഴും ഇപ്പൊ എന്നെ മിക്കവാറും ആഴ്ചയിലോ എന്നെ വിളിക്കും. എന്തൊക്കെ പ്രത്യേക വിഷയങ്ങൾ കാര്യങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ടു. ഞങ്ങൾ നല്ലൊരു ബന്ധമാണ്. ഈ മൂപ്പര് വന്ന അന്ന് മുതൽ പെരുന്നാളിന് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തോന്നിട്ട് പോകാൻ തറവാട്ട് പെരുന്തൽമണ്ണ ആയപ്പോഴും ഞങ്ങൾ ഒന്നും ചോദിക്കുന്നത്. പിന്നെ ഇപ്പം അടുത്ത 2-3 കൊല്ലമായിട്ട് മൂപ്പര് പല വിഷയങ്ങളുണ്ടാകുമ്പോൾ പിന്നെ വേണ്ട. ഇപ്പൊ നിർത്താൻ നമുക്ക് വേറെ എപ്പിസോഡിലേക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ വൈൻഡ് അപ്പ് ചെയ്യണം. പക്ഷെ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ള എന്താ വെച്ചാൽ അംസാക്ക പിന്നെ മഹലിന്റെ ഒരു പരമാധികാരി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ ചിലപ്പോൾ പല ആളുകളുടെ പേരുകളൊക്കെ പിന്നെ പരാമർശിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പരമാധികാരി എന്നുള്ള നിലക്ക് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് ഇത് വീണ്ടും നമ്മളൊരു ചർച്ചയിലേക്ക് പുറത്തൊരു ചർച്ചയിലേക്ക് വേണ്ട ഒരു വിഷയങ്ങളല്ല നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായ പൊതുജനം മനസ്സിലാക്കണം. പരാമർശങ്ങള് പിന്നെ അദ്ദേഹത്തിന്റെ പറയേണ്ട ഉത്തരവാദിത്വത്തിൽ പറഞ്ഞതാണ്. അപ്പൊ വ്യക്തിപരമായിട്ട് ആരെയും ഉദ്ദേശിച്ചിട്ടല്ല എന്നുകൂടി ഞങ്ങളൊരു ഇത് പിന്നെ നമ്മളെ വ്യാപാരിയുടെ ഒരു പിന്നെ വീഡിയോ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. നമ്മളൊരു വേറെ ഒരു പൊതു ചർച്ചയിലേക്ക് ഒരിക്കലും വലിച്ചയക്കരുത്. അദ്ദേഹം പരമാധികാരി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ പരാമർശം ചില വ്യക്തിപരമായിട്ടുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാവരും സദയം ക്ഷമിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കാം. അതിൽ ഒന്നുകൂടി പറയാനുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കാര്യങ്ങൾ പറയുമ്പോൾ അത് സത്യസന്ധമായി പറയുകയാണെന്നുള്ളത് ഉത്തമ ബോധ്യപ്പെട്ട അപ്പൊ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. സത്യങ്ങൾ അറിയാൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ സത്യങ്ങൾ അറിയാനാണ് നമ്മളിപ്പോ കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൂടി ഈ സമയത്ത് നമ്മളൊന്ന് പിന്നെ ക്ലിയർ ചെയ്ത് പറയാം. കാരണം നമ്മളെ ഈ കാര്യങ്ങളിലൊക്കെ ഓരോരുത്തരും സഹകരിച്ചിട്ടുണ്ട് 100%. പക്ഷെ അതാണ് ചിലത് നമ്മൾ ഉദ്ദേശിച്ചത് അല്ല, അത് സ്വാഭാവികമാണ്. അദ്ദേഹം അതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അത് നമ്മള് പൊതുജനത്തിന്റെ കഴിഞ്ഞ കാലങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഉള്ളത് കൊണ്ട് പറയാന്നുള്ളതും. ഏതായാലും നമുക്ക് പിന്നെ എന്തെങ്കിലും നമുക്ക് ഇന്നത്തെ പിന്നെ ഞങ്ങള് ഇനിയും പിന്നെ അംസ്വാക്ക് ഒരു അവസരം കൂടി നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു എപ്പിസോഡ് കൂടി പിന്നെ അംസ്വാക്ക പറഞ്ഞ് പിന്നെ ഇനിയും ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അംസ്വാക്ക നമുക്ക് വരും തലമുറക്ക്, കാരണം അംസ്വാക്ക എന്തായിരുന്നു, ഈ മഹൽ എന്തായിരുന്നു കൃത്യമായി ഇന്ന് നിലനിൽക്കുന്ന ജീവിക്കുന്ന ആളുകളിൽ ഏറ്റവും അതിന് അനുയോജ്യനായ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അംസ്വാക്ക ഇനിയും കാര്യങ്ങൾ പോയിന്റുകൾ വെച്ച് ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് സമയം അനുവദിക്കണം എന്ന് കൂടി ഈ സമയത്ത് പിന്നെ ഓർമ്മ ഇപ്പൊ 2 മണിക്കൂറായി. ഒരു ദിവസം 1 മണിക്കൂർ, ഇന്നൊരു മണിക്കൂർ, ഇനിയും ഒരു ദിവസം കൂടി അംസ്വാക്കാന്റെ സൗകര്യത്തിനനുസരിച്ച് 1 മണിക്കൂർ കൂടി ഞങ്ങൾക്ക് അനുവദിക്കണം എന്ന് കൂടി സമയത്ത് ഉണർത്തുകയാണ്. കാരണം വളരെ കൃത്യമായി തന്നെ ഏകദേശം ഒരു 75% എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇനി ഒരു 25% ഇനിയുണ്ട്. അപ്പൊ ലൈവ് കാര്യങ്ങൾ ഇപ്പൊ അല്ല, നമ്മളെ ഇതുവരെ പുനർനിർമ്മാണം നമ്മുടെ പുതിയ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വന്നിട്ടില്ല. അത് ആ ഒരു ഏരിയയിലേക്ക് കൂടി വന്ന് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി നമ്മൾ ബന്ധപ്പെട്ട് വരും. ഇന്നത്തെ ചർച്ചയിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ A to Z കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പരാമർശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവിലേക്കാണ് എന്ന് കൂടി ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ 1 മണിക്കൂറോളം ഞങ്ങൾക്ക് വേണ്ടി സമയം അനുവദിച്ച പ്രിയപ്പെട്ട പ്രസിഡന്റിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാർ കമ്മ്യൂണിറ്റി കമ്മിറ്റിക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് സെക്രട്ടറി 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനിയൊന്നും പറയാനൊന്നുമില്ല.
ഇനി അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാ വീണ്ടും കാണാം. കാണാം. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.